അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങും വൃത്തിയാക്കലും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കലും എല്ലാം നമ്മൾ ക്ലിയറാക്കി നോമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കും. അതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മളൊക്കെ എന്നും വീട് ക്ലീനാക്കുന്നവരും മാറാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തട്ടുന്നവരും എല്ലാം വൃത്തിയാക്കുന്നവരാണ്. എന്നിരുന്നാലും നമ്മൾ നോമ്പ് വരുമ്പോൾ നമ്മുടെ കട്ടിലയുടെ ചോടുകൾ, അതുപോലെ എല്ലാ മരത്തിൻ്റെ സാധനങ്ങൾ, പാത്രങ്ങൾ എല്ലാം നമ്മൾ വലിച്ചിട്ട് എല്ലാം ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ച് എല്ലാ വേസ്റ്റുകളും കളയും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാൽ നമുക്ക് പണ്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഇതൊന്നും ഈ വർഷത്തിലൊരിക്കലൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ, മൊത്തത്തിൽ വലിച്ചു വാരി. ഇപ്പോൾ ഉള്ളവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സാധനങ്ങൾ വലിച്ചു വാരി എല്ലാ ഭാഗവും ക്ലീനാക്കി നമുക്ക് വൃത്തിയിലാവണം. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ അലമാരയുടെ ചൂട്, കട്ടിലയുടെ ചൂട് അപ്പോൾ ഞാനെല്ലാം വലിച്ചിട്ടതിൻ്റെ ഇടയിൽ നമുക്ക് അരി പിന്നെ അതുപോലെ മല്ലി, മുളക് എല്ലാം നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത് വെക്കുന്നതുണ്ട്. നമ്മളെ വീട്ടിൽ എപ്പോഴും പൊടിച്ചെടുക്കാറുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ. എന്നാലും നമുക്ക് നോമ്പാവുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങും. നമുക്ക് കുറച്ച് അധികം സ്റ്റോക്ക് ചെയ്യും. കാരണം നമുക്ക് നീ നോമ്പ് നോറ്റുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മല്ലി കഴുകി പിന്നെ വെയിലത്തിട്ടിട്ടുണ്ട്, അരി കഴുകി വെയിലത്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ വീട്ടിലും നോമ്പാകുമ്പോഴത്തേനും അതിന് പ്രത്യേക ഒരു ഒരുക്കങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീടും പരിസരം എല്ലാം വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് അസൂയയോ കുശുമ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് നമ്മൾ അവരോടൊക്കെ ഒന്ന് സ്നേഹത്തിലൊന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഇത് നമ്മൾ സന്തോഷത്തോടെ എല്ലാം നമ്മുടെ മനസ്സാണ് ആദ്യം നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. നോമ്പിന് നമ്മളെ ഹൃദയം ശരീരവും ശുദ്ധീകരിക്കാനാണ്. നമുക്ക് 11 മാസം ഭക്ഷണം കഴിച്ച് നമ്മൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചത് നമ്മളെ ശരീരം ഒന്ന് ശരിയാവാൻ, നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളും എല്ലാ പിന്നെ അഴുക്കുകളും നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പടച്ചോനെ ദൈവവിശ്വാസം ഇല്ലവരോടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടോ. നമ്മൾ പറയുന്നത് ദൈവവിശ്വാസം, ഞാൻ നല്ല പടച്ചോനിൽ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമുക്ക് നോമ്പ് തരുന്നത്, നമ്മൾ രാവിലെ മുതൽ 4 മണിക്ക് പുലർച്ചെ നീച്ച് പട്ടിണി കിടന്ന് നമ്മൾ കുറേ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ നോമ്പെടുക്കുന്നതിന് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ ഫുഡുകളും അത് വൃത്തിയാക്കി നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ വീടും പരിസരം എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വെക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ശരീരമാണ് ക്ലീനാക്കി വെക്കേണ്ടത്. നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ നല്ല ഒരു മനസ്സാക്കി എടുക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരായിരിക്കണം. അതുപോലെ ധർമ്മം നല്ലതുപോലെ ചെയ്യണം. നമ്മൾ നോമ്പിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പടച്ചറബ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മുസ്ലിംസ് മാത്രമല്ല എല്ലാ വിഭാഗക്കാരും ഈ നോമ്പെടുക്കാറുണ്ട്. ഈ നോമ്പെടുത്താൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ, നമുക്ക് നോമ്പിന് ഒരു അസുഖം ഉണ്ടാവില്ല അധികം പേർക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണം കണ്ടമാനം അധികം ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് നമുക്ക് ഈ പല അസുഖങ്ങളും വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം പിന്നെ നോമ്പ് തുറന്ന ഉടനെ ഒന്നിച്ചങ്ങോട്ട് വലിച്ചു വാരി കഴിക്കാനും പാടില്ല. അപ്പോൾ നമ്മുടെ മല്ലിയൊക്കെ വെയിലത്തിട്ട് ഉണക്കി ഞാനൊന്ന് വറുത്തിട്ടുണ്ട്. വറുത്താലുള്ള നമുക്കൊരു പ്രത്യേക രുചി ഉണ്ടാവും, വറവിൻ്റെ രുചിയും കൂടി ഉണ്ടാവും. അരി കഴുകി പിന്നെ അതുപോലെ ഇതിൽ കുത്തരിയും പച്ചരിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് പൊടിച്ചാനൊക്കെ കീസിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതും റെഡിയാക്കുന്നുണ്ട്. നമ്മളെന്നും അടിക്കലും തുടക്കലൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ സോഫയൊക്കെ മറിച്ചിട്ട് അതിൻ്റെ അടിഭാഗമൊന്നും ക്ലീനായി ചെക്ക് ചെയ്യില്ല. അതുപോലെ കട്ടിലയുടെ അടിഭാഗമൊന്നും നമ്മൾ അടിയിലൊക്കെ നല്ല പോലെ മാറാലകളുണ്ടാവും, നല്ല പോലെ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ മേലെ കാണുന്ന ഭാഗങ്ങൾ മാത്രം ക്ലിയറാക്കി അതിൻ്റെ ചോടൊക്കെ അടിച്ച് വൃത്തിയാക്കി അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ അതിൻ്റെ ഈ ഫർണിച്ചറിൻ്റെ അടിഭാഗത്ത് അതേപോലെ ഇങ്ങനെയുള്ള ഈ
കള്ളിയുള്ള ഭാഗത്തൊക്കെ നല്ല പോലെ മാരാലിയും പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ നമ്മൾ ഈർക്കിളി ചൂലെടുത്തിട്ട് നല്ല പോലെ അത് അടിച്ച് കളയണം. കാരണം ഒരു വർഷത്തിലെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമ്മളുടെ മാസത്തിലൊക്കെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറാല് തട്ടലും എല്ലാ ഭാഗം ജനലും വാതിലൊക്കെ നമ്മൾ തുടക്കുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ഇത്ര അധികം നമ്മൾ വൃത്തിയാക്കൂല. നോമ്പിന് നമ്മൾ പ്രത്യേകം നല്ല ക്ലീനാക്കും. അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല പോലെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മനസ്സും കൂടി നല്ല പോലെ ക്ലീനാക്കിയിട്ട് വേണം നമ്മൾ നോമ്പെടുക്കാൻ. നമ്മൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യണം. നമ്മുടെ അയൽവാസികളെ, നമ്മുടെ ബന്ധുക്കാരെ എല്ലാവരും നമ്മൾ അലമാരയിലും ഷോക്കേസിലൊക്കെ നല്ല പോലെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ തട്ടി ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശരീരമൊക്കെ ശുദ്ധിയാക്കി നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിൽ നമ്മുടെ ഇക്കൊല്ലത്തെ നോമ്പ് എടുക്കണം. ആ നോമ്പ് നമുക്ക് നമ്മുടെ പടച്ചിറപ്പ് അത് സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ് നല്ല പോലെ ശുദ്ധമാവണം. മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു വേണ്ടാത്തരങ്ങൾ നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരായി നമ്മൾ മാറണം. അപ്പോൾ എല്ലാവരുടെ ഈ വർഷത്തെ നോമ്പ് നല്ല ഉപകാരപ്പെടുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു നോമ്പാക്കി എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ നല്ല ഉന്മേഷവും ഉത്സാഹമുള്ള ഒരു നോമ്പാക്കി എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.